ദുബായ് US കോൺസുലേറ്റിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. ദുബായ് അൽസീഫിലെ US കോൺസുലേറ്റിന് സമീപം ചെറിയ തീപിടുത്തമുണ്ടായതായാണ് റിപ്പോർട്ട്. ആർക്കും പരിക്കില്ല. ഖത്തറിലെ അൽ ഉദൈദ് US വ്യോമതാവളത്തിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. 2 മിസൈലുകളിൽ ഒന്ന് തടഞ്ഞതായും മറ്റൊന്ന് വ്യോമതാവളത്തിൽ പതിച്ചതായും ഖത്തർ. UAE-യിൽ ഓൺലൈൻ പഠനം വെള്ളിയാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. മുഹമ്മദ് റഹീസ്, GCC രാഷ്ട്രങ്ങളെ ആക്രമിക്കുക എന്നത് നയമല്ല എന്ന് ഇന്നലെയും ഇറാൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ ശരിവെക്കുന്ന നിലയിലല്ല ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, അൽ ഉദൈദിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. അത് സ്വാഭാവികമായും GCC രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതാകില്ല. GCC രാഷ്ട്രങ്ങളിൽ അത് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നില്ല എന്നാണ് രാഷ്ട്ര നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം പ്രതീക്ഷിച്ചതാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള രീതിയും ഒക്കെ തന്നെ കൃത്യമായി അവലംബിച്ചിരുന്നു. അത് വ്യക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ പ്ലാൻ സക്സസ് ആയിരുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ UAE-യുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ടൊരു 9 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ UAE-യിലെ ദുബായിലെ US കോൺസുലേറ്റിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ദുബായ് അൽസീഫിലെ US കോൺസുലേറ്റിന് സമീപമാണ് ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായത്. ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു, അതിനെ ഡിഫ്യൂസ് ചെയ്യുന്നു, അതിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു എന്നാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ചെറിയ തീപിടുത്തമാണ് ഉണ്ടായത്, ആർക്കും പരിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ഈ ദുബായ് കേന്ദ്രീകരിച്ച് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് ആക്രമണം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിനു മുൻപ് ഇന്നലെ ആയിരുന്നു സമാനമായ രീതിയിൽ US കോൺസുലേറ്റിന് നേരെ ഈ റിയാദിൽ ആക്രമണം ഉണ്ടാകുന്നത്. സൗദിയിൽ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ദുബായിയും കേന്ദ്രീകരിച്ച് അത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളത് നിസ്സാരമായി കാണാനും കഴിയില്ല. പക്ഷേ അപ്പോഴും ഇറാൻ നേരത്തെ വ്യക്തമാക്കിയത് ആണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകും. അതിനനുസരിച്ചുള്ള പദ്ധതി UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ നൽകിയതുമാണ്. അതിനുശേഷം ഈ ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെ UAE-യിൽ നിന്നും ഔദ്യോഗികമായിട്ട് മറ്റൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അതായത് തങ്ങളുടെ നയത്തിൽ വ്യത്യാസമില്ല, ഇറാനെ എതിരായിട്ടുള്ള പ്രതിരോധ നിലപാടിൽ തങ്ങൾക്ക് വ്യത്യാസമില്ല, അതൊരിക്കലും ഒരു ആക്രമണ നിലപാടല്ല, ആ നിലപാടിലേക്ക് തങ്ങൾ ഒരിക്കലും എത്തിയിട്ടില്ല എന്നുകൂടി ഇറാനിൽ ഈ UAE-യിൽ നിന്നും ഔദ്യോഗികമായിട്ട് UAE അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. അതായത് ഒരു നിലയ്ക്കും ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യത്തോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ അതിന് പക്ഷം പിടിക്കുന്നു എന്ന നിലപാടിലേക്ക് UAE കടക്കുന്നില്ല എന്ന് ആവർത്തിച്ച് UAE അറിയിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം അത് കൃത്യമായി തന്നെ ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം, അതായത് US കോൺസുലേറ്റിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയും അത് ആവർത്തിച്ച് അറിയിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ വേറൊരു വ്യാഖ്യാനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്നലെ കുവൈറ്റിലൊക്കെ ആക്രമണം ഉണ്ടായതിനു ശേഷം അത് കുവൈറ്റ് തങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്ന ഒരു നിലപാടെടുത്തപ്പോൾ അതൊരു ആക്രമണ നിലപാടായി തെറ്റിദ്ധരിക്കുകയും അത്തരത്തിൽ വാർത്തകൾ പടരുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ UAE സംശയത്തിനിടയില്ലാത്ത രീതിയിൽ അത് തള്ളുകയാണ്, അത്തരത്തിലൊന്നില്ല എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ ഖത്തറിലെ അൽ ഉദൈദ് US വ്യോമതാവളത്തിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി. 2 മിസൈലുകളാണ് തൊടുത്തത്. അതിൽ ഒന്ന് തടഞ്ഞതായും മറ്റൊന്ന് വ്യോമതാവളത്തിൽ പതിച്ചതായും ഖത്തർ പറയുന്നുണ്ട്. പക്ഷെ അതിൽ പരിക്കുകൾ ഒന്നും ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഖത്തർ അറിയിക്കുന്നത്. ചെറിയ തീപിടുത്തമാണ് ഉണ്ടായത്. അത് ഈ ഡിഫ്യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ്, ആക്രമണം ചെറുത്തപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ വരുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ രാത്രി ഈ 2 ആക്രമണങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഒരു തവണ മാത്രമാണ് രാത്രി അലേർട്ട് ലഭിക്കുകയുണ്ടായത്. UAE സംബന്ധിച്ചിടത്തോളം ഒറ്റത്തവണ മാത്രമാണ് അലേർട്ട് ഉണ്ടായത്. അതിനുശേഷം ഒരു 20 മിനിറ്റോടുകൂടി, അത് ഈ ആക്രമണം നടന്ന സമയത്ത് തന്നെയാണ് ആ അലേർട്ട് ഉണ്ടായത്. ആ 20 മിനിറ്റോടുകൂടി പിന്നീട് ആ അലേർട്ട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ നാളെ ഈ GCC രാജ്യങ്ങളും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും ഒക്കെ ഒരു യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് ഇറാന് പയറ്റാവുന്ന എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും ഇറാൻ പയറ്റും. അവിടെ നടക്കാനുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അനൌദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അതിനു മുൻപ് തന്നെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ നിലയിലേക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് ഈ GCC രാജ്യങ്ങളെ കൊണ്ടുവരിക, അത് ലോകരാഷ്ട്രങ്ങളെ ഒക്കെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ അത് ഒരു അനുകൂല നിലപാടിലേക്ക് ഈ ചർച്ചയിൽ കൊണ്ടെത്തിക്കുക, അതിനുശേഷം ഈ ഒരു യുദ്ധത്തിന്
ഇതിന് താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമം ഉണ്ടാവുക, പിന്നീട് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാകും സ്വാഭാവികമായിട്ടും ഇറാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണം കൂടി ആണ് ഇന്നലെ നടന്നത് എന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിയും. അത് UAE-യിലെ ദുബായിലെ US കോൺസുലേറ്റിലേക്ക് ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലയിലേക്ക് കൂടി അതിനെ വീക്ഷിക്കേണ്ടി വരും. എന്തായാലും എല്ലാ ആക്രമണങ്ങളെയും തടയാൻ സജ്ജം എന്ന നിലയിൽ തന്നെ UAE അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. വേറൊരു തരത്തിലുമുള്ള ആക്രമണങ്ങൾ ഇന്ന് നടന്നതായി വിവരങ്ങൾ നിലവിൽ പുറത്തു വരുന്നില്ല. എന്തായാലും മറ്റ് ആശങ്കകൾക്ക് ഇടയില്ല എന്ന് ആവർത്തിച്ച് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഏതാണ്ട് പഴയ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാനായി ഈ UAE-യും ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലയിൽ ഉണർവ് കൊണ്ടുവരാനുള്ള നേരത്തെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെയും ഇന്ന് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് സാമ്പത്തിക മേഖലയിൽ ഉണർവ് കൊണ്ടുവരാൻ UAE ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ മേഖലകളിലും ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ജനജീവിതം സാധാരണഗതിയിലേക്ക് മാറ്റി ഏതെങ്കിലും നിലയ്ക്കുള്ള ആക്രമണങ്ങളൊക്കെയും അതിനെ ചെറുക്കാൻ ഒക്കെ അല്ലെങ്കിൽ ആ നിലയിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാൻ, പഴയപടി കൊണ്ടുവരാൻ, ഒരു ഭാഗത്ത് ആക്രമണം നടക്കുമ്പോഴും അത് ജനജീവിതത്തിനെ നേരിട്ട് ബാധിക്കുന്നതല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ എന്തായാലും UAE സമയത്ത് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ ഏതാണ്ടൊക്കെ വിജയം കാണുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് പറയേണ്ടത്. എന്തായാലും മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇന്നലെ ഉണ്ടായ UAE-യിലെ അറ്റാക്കുകൾ, ആകെ UAE-യിൽ ഉണ്ടായ അറ്റാക്കുകൾ 1000 കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു സ്ഥിരീകരണം 1000-ൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റാസൽ കൈമയിൽ ഇന്നലെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് ഒരു വൈകിട്ടോടുകൂടിയാണ് റാസൽ കൈമയിൽ ആക്രമണം ഉണ്ടായതും ചെറിയ തീപിടുത്തം ഉണ്ടായതും അവിടുത്തെ ഒരു റോഡ് താൽക്കാലികമായി അടയ്ക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അവിടെ ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുകൂടി രാവിലെ UAE-യിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഉള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും നിലയ്ക്ക് ബഹ്റൈനിൽ നിന്നോ കുവൈറ്റിൽ നിന്നോ ഖത്തറിൽ നിന്നോ ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. പക്ഷേ നിലവിൽ ഇതുവരെ ഔദ്യോഗികമായി അത്തരത്തിൽ ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പാറ്റേൺ സാധാരണഗതിയിൽ അങ്ങനെയാണ്. കാരണം ആക്രമണം ഈ ശനിയാഴ്ച ഈ യുദ്ധം ഉണ്ടായതു മുതൽ ഇങ്ങോട്ടേക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ആക്രമണത്തിന്റെ ആ ഒരു തോത് കുറഞ്ഞാണ് വരുന്നത്. പക്ഷെ തന്ത്രപ്രധാനമായ ചില മേഖലകളിലേക്ക് ആക്രമണം കടന്നിരുന്നു. ഒമാനെ ആദ്യം ആക്രമിക്കാതെ പിന്നീട് ഒമാനെ ആക്രമിച്ചു. ഒപ്പം തന്നെ ഈ പറയുന്ന US കോൺസുലേറ്റുകളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം, അങ്ങനെ ആ നിലയ്ക്ക് ആക്രമണം വ്യാപിച്ചിരുന്നു. പക്ഷെ ആദ്യമുണ്ടായ രീതിയിലുള്ള ഒരു ആക്രമണം ഗൾഫ് മേഖലയിൽ ആ ഒരു പാറ്റേൺ ഇറാൻ എന്തായാലും പിന്തുടരുന്നില്ല. അത് ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. അത് പല ചർച്ചകളുടെ ഭാഗമാണ് എന്നുകൂടി നമുക്കത് മനസ്സിലാക്കേണ്ടി വരും. ഒരു വലിയ അറ്റാക്കിലേക്ക് പോയി ഒരു ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെയും ഒരു വെറുപ്പ് സമ്പാദിക്കാതെ അല്ലെങ്കിൽ അതിനെ അധികം കടന്ന് ആക്രമിക്കാതെ അത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് പറയുന്നു. എന്നാൽ കൃത്യമായി സമ്മർദ്ദം ഉണ്ടാക്കാനായി ഈ ഗൾഫ് രാജ്യങ്ങളിലെ UAE-യുടെ ബേസുകൾ, അമേരിക്കയുടെ ബേസുകളിൽ ഒപ്പം തന്നെ ഇത്തരത്തിൽ ചില തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയും ആക്രമണം നടത്തിക്കൊണ്ട് ആ പ്രഷർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇറാൻ കഴിഞ്ഞ ഒരു 3 ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അറ്റാക്കുകളൊക്കെയും വളരെ പ്രിസൈസ് ആണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം വേറെ ഒരു സ്ഥലങ്ങളിലേക്കും ആ അപകടത്തിന്റെ വ്യാപ്തി പടരാതെ അവർ ലക്ഷ്യമിടുന്ന സ്ഥലങ്ങളിലേക്ക്, അവരുടെ പോയിന്റുകളിലേക്ക് കൃത്യമായി ആക്രമണം എത്തിക്കാൻ ഈ ഇറാന് കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആ പ്രഷർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയുമാണ്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിലായി ഈ പല വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്ര നേതാക്കൾ ഈ UAE പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട്. UAE വിദേശകാര്യ മന്ത്രാലയവുമായി ആഫ്രിക്കൻ മേഖലയിലെ വിവിധ രാജ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിൽ ഈ UAE-യുടെ പ്രസിഡന്റുമായും ഒപ്പം തന്നെ ഈ വിദേശകാര്യ മന്ത്രിമാരുമൊക്കെയായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ റെസ്ട്രിക്ഷൻ നീട്ടിയിട്ടുള്ളത് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്. അത്
നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. അത് വെള്ളിയാഴ്ച വരെ നീട്ടുമ്പോൾ സ്വാഭാവികമായും ശനിയും ഞായറും അവധിയാണ്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ചയോട് കൂടിയിട്ടേ റെഗുലർ ക്ലാസുകൾ UAE തുടങ്ങും എങ്കിൽ അത് ആരംഭിക്കുകയുള്ളൂ. അത് കഴിയുന്നതോടുകൂടി പിന്നെ ഈദ് അവധിയുടെ ഒരു സമയം കൂടി വരികയാണ്. ഒരു പക്ഷേ ഈദ് കഴിയുന്നത് വരെയൊക്കെ അവധിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റു മേഖലകളിലൊക്കെ ഉണർവ് പകർന്നുകൊണ്ട് അത് കൂടുതലായി ആ മേഖലകളിലെ നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രൈസ് സീലിംഗ് നടത്താനുള്ള ഒരു തീരുമാനം ഇന്നലെ തന്നെ എടുത്തതാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഇത്തരത്തിൽ ജനജീവിതത്തിനെ പഴയപടി കൊണ്ടുപോകുന്നതിൽ UAE ഏതാണ്ടൊക്കെ വിജയിച്ചിരിക്കുന്നു. കാരണം ഈ റിമോട്ട് വർക്കുകളൊന്നും ഇന്ന് മുതൽ നാളെ മുതൽ അധികമായി ഇല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ പല സ്വകാര്യ കമ്പനികളും അത് പിൻവലിച്ച് ഈ ഓഫീസിൽ എത്തി തന്നെ ജോലി ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കൂടി തൊഴിൽ മേഖലയിൽ കൂടി ഇങ്ങനെ കാര്യങ്ങൾ മാറുകയാണ്. അല്ലാതെ ഈ മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ചില മുൻകരുതലുകൾ എടുത്ത് അത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവന്ന ചില മേഖലകൾ ഒക്കെയും ഉണ്ടായിരുന്നു. ആ മേഖലകളിലും ഒക്കെ ഏതാണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി കാര്യങ്ങൾ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും ഒമാനിലെ എയർ ഇന്ത്യ സർവീസുകൾ പഴയ രീതിയിലേക്ക് പോകുമ്പോൾ അതും ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഏതെങ്കിലും നിലയ്ക്ക് ഈ പറയുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടവർക്ക് ഒമാനിലെത്തി അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ കഴിയും. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന താൽക്കാലികമായെങ്കിലും ഈ വ്യോമപാത തുറന്നതിന് ശേഷം ഒരു സുരക്ഷിത വ്യോമപാതയിലൂടെ പല രാജ്യങ്ങളിലേക്ക് കടന്നതിന് ശേഷം അവിടെ ഉണ്ടായ ഒരു ഉണർവ്, രാജ്യത്തിനുണ്ടായ ഒരു പോസിറ്റിവിറ്റി വളരെ വലുതാണ്. അത് അത്തരത്തിൽ തുടരാൻ കഴിയും. ഒരു ആക്രമണത്തിലേക്ക് മുതിർന്നില്ല എങ്കിലും പ്രതിരോധിച്ച് രാജ്യത്തിന്റെ സുരക്ഷ നിലനിർത്താൻ കഴിയും എന്ന UAEയുടെ ഉറപ്പ്, ആ ഉറപ്പിന്മേൽ ആളുകൾക്കുള്ള വിശ്വാസം, അത് വളരെ ഒരു പോസിറ്റിവിറ്റിയാണ് പകർന്നിരിക്കുന്നത്. അസിത. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എല്ലാവർക്കും യുദ്ധം എത്രയും വേഗം അവസാനിക്കണം. പക്ഷേ ഈ യുദ്ധത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ ദുരന്തം നേരിട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങൾ GCC രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിലേക്ക് ജീവിതം എത്തണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് അവരാണ്. ചില സമ്മർദ്ദ തന്ത്രങ്ങൾ അവർ ഇക്കാര്യത്തിൽ പുലർത്തും, അത് സമ്മർദ്ദം ചെലുത്തും എന്നുകൂടിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.